ഫുൾ പ്രോപ്പർ കമ്പനി സർവീസ് ഹിസ്റ്ററിയാണ്. നമ്മുടെ ഷോറൂമിലുള്ള വണ്ടി പ്രോപ്പർ സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടികളാണ് നമ്മൾ എടുക്കാറ്. വെറുതെ വീഡിയോയിൽ തള്ളുന്നല്ല, കറക്റ്റ് ഹിസ്റ്ററി. നമ്മുടെ ഒരുവിധപ്പെട്ട കസ്റ്റമേഴ്സ് എല്ലാം നമ്മുടെ വീഡിയോ കൊണ്ട് എടുക്കുന്നവരാവട്ടെ അല്ലാത്തവരാവട്ടെ എല്ലാവരും ഷോറൂമിൽ പോയി സർവീസ് ഹിസ്റ്ററി ഫുള്ളായിട്ട് പ്രോപ്പർ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. കറക്റ്റ് കമ്പനി സർവീസ്, ഒറ്റ സർവീസ് പോലും പുറത്ത് ചെയ്യാതെ കറക്റ്റ് കമ്പനി ത്രൂ ഔട്ട് സർവീസ് ഹിസ്റ്ററിയുള്ള വണ്ടി. ഒരു 80% അബൌട്ട് ടയർ ഉണ്ട്. ഡിസംബർ വരെ മാരുതിൻ്റെ ഇൻഷുറൻസ് ഉണ്ട്, മാരുതിയുടെ ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ട്. ഡാർക്ക് എഡിഷൻ അടിപൊളി ഫാൻസി നമ്പറാണ് 6666. ഏറ്റവും ടോപ്പൻ്റ് ആണ് എക്സെറ്റ് പ്ലസ്. എക്സെറ്റ് പ്ലസ്സിൽ ഡീസൽ വേരിയൻ്റ് ആണ്. ഏറ്റവും ടോപ്പൻ്റെ സൺറൂഫ് വരുന്ന ഡീസൽ വേരിയന്റിൽ ഡാർക്ക് എഡിഷനിൽ 27,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മെട്രോ കാസ്റ്റിൽ നമ്മൾ വീണ്ടും എത്തി. അതെ, പെട്ടെന്നാണല്ലോ, ഇടയ്ക്കൊക്കെ പെട്ടെന്നായി. അതാ ചോദിച്ചത്. കഴിഞ്ഞ വീഡിയോ അടിപൊളിയായി. 4 വണ്ടിയോളം ഇറങ്ങി. 4 വണ്ടിയോളം ഇറങ്ങി. വീഡിയോ ത്രൂ മാത്രം, അല്ലാതെ നമുക്ക് എല്ലാ സ്റ്റോക്കും ഇറങ്ങി പോയിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് പെട്ടെന്ന് വിളിച്ചത്. പെരുന്നാളും കാര്യങ്ങളൊക്കെ അല്ലേ, സ്റ്റോക്ക് അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വണ്ടി ഇനിയും വരാനുണ്ട്. വെള്ള കയറിയ വണ്ടികൾ മാക്സിമം നമ്മളെ സബ്സ്ക്രൈബേഴ്സിനെ കാണിച്ചു കൊടുത്ത് ഓക്കെ കാണിച്ചു കൊടുക്കാം. ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കാം. ഓക്കെ, ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ മാങ്കാവ്, തിരുവനന്തപുരമാണ്. കോഴിക്കോട് മാങ്കാവ് മീഞ്ചന്ത ബൈപ്പാസിലായിട്ട് മെട്രോ കാസ്. ഓക്കെ, എല്ലാ സെഗ്മെൻറ്റും ഉണ്ടെന്ന് ഇന്ന് എല്ലാ സെഗ്മെൻറ്റും. SUV നമുക്ക് 7 സീറ്റ് ഉണ്ട്, 5 സീറ്റ് ഉണ്ട്, ഓട്ടോമാറ്റിക് ഉണ്ട്, മാനുവൽ ഉണ്ട്, ഡീസൽ ഉണ്ട്, എല്ലാം കൂടെയുള്ള എപ്പിസോഡാണ്. വണ്ടികൾ ക്വാളിറ്റിയുള്ള വണ്ടികൾ തന്നെയാണ്, ധൈര്യമായിട്ടുണ്ട് അല്ലേ? ആ കാര്യത്തിൽ 5 വർഷമായിട്ടുള്ള വിശ്വാസത്തിൻ്റെ പുറത്ത് പറയുന്നതാണ്. 5 അല്ല, ഇത് കൂടുതലായി പോകും. അല്ല, നമുക്ക് തന്നെ ഉറപ്പിച്ച വിശ്വാസം. വീഡിയോ ത്രൂ മാത്രം 5 6 വർഷം ആവാനായി അല്ലേ? ഓക്കെ, 6 വർഷം ആവാനായി. അപ്പോൾ അത്രയും വിശ്വാസം നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ബാക്കി കോൺടാക്ട് ഡീറ്റെയിൽ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കോൺടാക്ട് ചെയ്യാം. എന്തെങ്കിലും കൂടുതൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ. അതേപോലെ തന്നെ നമ്മുടെ പുതിയൊരു ചാനൽ വന്നിട്ടുണ്ട്, ജിതിൻ ബ്രോ സ്പീക്സ്. അതും കൂടെ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. നടക്കട്ടെ. അടിപൊളി. ആദ്യ വാഹനം നെക്സോൺ ആണ്. KL 22 രജിസ്ട്രേഷൻ. ഒരു ബ്ലാക്ക് നെക്സോൺ. ബ്ലാക്ക് എഡിഷൻ ആണോ? ഡാർക്കാണ്. ഓക്കെ, ഡാർക്ക് എഡിഷൻ ആണ്. ഡാർക്ക് എഡിഷൻ അടിപൊളി ഫാൻസി നമ്പറാണ് 6666. ഏറ്റവും ടോപ്പൻ്റ് ആണ് എക്സെറ്റ് പ്ലസ്. എക്സെറ്റ് പ്ലസ്സിൽ ഡീസൽ വേരിയൻ്റ് ആണ്. ഏറ്റവും ടോപ്പൻ്റെ സൺറൂഫ് വരുന്ന ഡീസൽ വേരിയന്റിൽ ഡാർക്ക് എഡിഷനിൽ 27,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 2022 ലാസ്റ്റ് മോഡൽ. ലോ കിലോമീറ്റർ, വളരെ ലോ കിലോമീറ്റർ ഓടിയ ഡീസൽ കമ്പനി സർവീസ് ആണ്. 0 ക്ലെയിം വണ്ടി. 0 ക്ലെയിമും ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ എടുത്താലും ജനറൽ സർവീസ് ഇപ്പോൾ ചെയ്യേണ്ടല്ലോ. കഴിഞ്ഞ ഇപ്പോൾ 27,600 ഓടിയിട്ടുള്ളത്. 26,500 സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, മൈലേജ് ഒരു എന്തായാലും 18-20 ഗ്യാരണ്ടി മൈലേജ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്നലെ കൊണ്ടുവന്നിട്ടേ ഉള്ളൂ ട്രിവാൻഡ്രത്ത് നിന്ന്. ഓടി വന്നപ്പോൾ ആ മൈലേജ് കിട്ടിയിട്ടുമുണ്ട്. ഓക്കെ, വണ്ടി അങ്ങനെ റഫ് യൂസ് ചെയ്ത ഒരു പോലൊന്നും കാണാനില്ല. ഇല്ല, ഒരു ഇന്റീരിയർ സീറ്റ് കവറും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. പക്കായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഇതുവരെയുള്ള സർവീസും കാര്യങ്ങളൊക്കെ പ്രോപ്പറാണ്. സിംഗിൾ ഓൺഷിപ്പ് കിടക്കുന്നത് 2022 ലോ കിലോമീറ്റർ നെക്സോൺ എക്സെറ്റ് പ്ലസ്. ഏറ്റവും ടോപ്പിൻ്റെ ഡീസൽ എത്ര കൊടുക്കാം നമുക്ക്? ഈ വണ്ടി നമുക്ക് 10,000 ചോദിക്കുന്നത്. 10,35 ലാസ്റ്റ് ക്ലോസ് ചെയ്ത് കൊടുക്കാം. 10,35,000 വെറും 27,000 കിലോമീറ്റർ ഓടിയ 2022 എക്സെറ്റ് പ്ലസ് ഡീസൽ നെക്സോൺ മൈലേജ് ഉള്ള സേഫ്റ്റി ഉള്ള ഒരു അടിപൊളി കോമ്പാക്ട് SUV കൊണ്ടുപോകാം. ലോൺ എത്ര കയറും ഇതിൽ? ലോൺ എന്തായാലും 9-9.5 വരെ ഗ്യാരണ്ടി ലോൺ കയറും. 9.5 വരെ കിട്ടും. അങ്ങനെയാണെങ്കിൽ ഒരു 10,85,000 രൂപ ഉണ്ടാവും ഇറക്കണമെങ്കിൽ. അതെ. ഓക്കെ, ചെറിയ ഡൗൺ പേയ്മെന്റിൽ ഇറക്കാനും പറ്റും. നമ്മൾ മാക്സിമം പെരുന്നാളായിട്ട് റേറ്റ് കട്ട് ചെയ്തിട്ട് ഇട്ടതാണ്. OLX-ലൊക്കെ നോക്കിക്കാണെങ്കിൽ 11ന്റെ മുകളിലേക്ക് റേറ്റ് ഉള്ളൂ എല്ലാ വണ്ടിയും. 22 ഇത് 10,35 അതും ഇത്രയും കിലോമീറ്റർ കുറവ്. സിംഗിൾ ഓൺഷിപ്പ് കമ്പനി സർവീസും. അടുത്തൊരു ബ്രസ KL 11 കോഴിക്കോട് വണ്ടിയാണ്. എങ്ങനെയാ ഇത്? 2020 ഡിസംബർ വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പിലുള്ള ബ്രസ ZXi വേരിയന്റ് ആണ്. പെട്രോളില് ടോപ്പിന്റെ തൊട്ട് താഴെ. മാനുവൽ പെട്രോൾ ആണ്. 55,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. ലോ കിലോമീറ്റർ ആണല്ലേ? ആവറേജ് കിലോമീറ്റർ. ഇതുവരെയുള്ള സർവീസ് ഫുള്ള് കമ്പനിയിലുമാണ്. മാരുതി തന്നെയാണ് എല്ലാ സർവീസും. മാരുതിന്റെ ഇൻഷുറൻസ് തന്നെയാണ് ഉള്ളത്. ടയേഴ്സ് ഒരു ആവറേജ് ടയേഴ്സ് ഉണ്ട്. ബാക്കിൽ ഡിക്കി റീപ്ലേസ്മെന്റ് ഉണ്ട്. ഡിക്കി മാത്രം. ഗ്ലാസ് ഇല്ല. അതിന്റെ മുകളിലേക്ക് ഉള്ളോട്ടേക്ക് പേസ്റ്റിങ് പൊട്ടോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഡിക്കി മാത്രം ക്ലീം ആണ്. അങ്ങനെ ഗ്ലാസ് ഇല്ല എന്ന് പല വീഡിയോസിലും നമ്മൾ എടുത്ത് പറയേണ്ട കാരണം എന്ന് വെച്ചാൽ ഒരു നോർമൽ ഇടി വന്നു കഴിഞ്ഞാൽ ഗ്ലാസ് പൊട്ടും. അതെ, അപ്പോൾ അങ്ങനെ ഒരു ഇടി അല്ല എന്ന് പറയേണ്ടതാണ് ഗ്ലാസ് ഇല്ല എന്ന് എടുത്ത് പറയുന്നത്. ഒരു കാര്യപ്പെട്ട ഇമ്പാക്ട് ആണെങ്കിൽ ഗ്ലാസും അതിന്റെ ഉള്ളിലത്തെ ഫ്രെയിമിന്റെ അടിഭാഗത്തുള്ള പേസ്റ്റിംഗ് ഒക്കെ പൊട്ടിപ്പോകും. ഇതിൽ പേസ്റ്റിങ്ങോ കാര്യങ്ങളൊന്നും പൊട്ടിയിട്ടില്ല. ജസ്റ്റ് ഡിക്കി ചളുക്കോ അല്ലെങ്കിൽ പോറലോ അങ്ങനെ എന്തൊക്കെ സംഭവിച്ചിട്ട് മാറിയതോ അതാ ഗ്ലാസ് മാറിയിട്ടില്ല എന്ന് എടുത്ത് പറയുന്നത്.
ആ ഒരു ഓട്ടോ ഓടിയതിൻ്റെ ടയേഴ്സ് അത് കഴിഞ്ഞു, ഇനിയിപ്പോൾ നല്ല ടയർ വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ എത്ര കൊടുക്കാം ഇത് നമുക്ക് 7,90,000 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം. ഏറെക്കുറെ ഫുൾ ലോൺ കയറുന്നൊരു കണ്ടീഷനിലാണ്. അതെ, 7,90,000 2020 മോഡലാണ്. ZXi പെട്രോൾ ബ്രസ 2019 ZDI ബ്രസ് എടുക്കുകയാണെങ്കിൽ മിനിമം നിലവിൽ ഇപ്പോൾ ആൾക്കാർ ലോ കിലോമീറ്റർ ഒരു 60 ഓടിയ വണ്ടിയാണെങ്കിൽ 9.5 കൊടുക്കണം, 9 to 9.5 കൊടുക്കണം. നമ്മൾ പെട്രോൾ ആണെന്നുള്ളൂ, 7,90 വണ്ടി കിട്ടും. ഓക്കെ, അടുത്ത വണ്ടി നോക്കാം. അങ്ങനെ പോളോ എത്തി. KL 25 പുനലൂർ രജിസ്ട്രേഷൻ വാഹനമാണ്. GT ആണിത്. ഒറിജിനൽ GT തന്നെയാണ്, വെറുതെ ഇങ്ങനെ വെച്ചോണ്ടിരിക്കും, സ്ഥിരമായിട്ടുണ്ട്. ഇത് 2018 മോഡൽ 1.2 ലിറ്റർ DSG. ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള ഒരു സാധനമാണ് അത്. ആ കളറിലും ഫ്ലാഷ് റെഡ് കളറിലും പഴയ സാധനം TSI അല്ലേ, പഴയ DSI കളർ സാധനമാണ്. 2018 മോഡലാണ്. സെക്കൻഡ് ഓണർഷിപ്പിലുള്ള 56,000 കിലോമീറ്റർ അടുപ്പിച്ച് ഓടിയിട്ടുണ്ട്. ഇതുവരെയുള്ള സർവീസ് ഫുള്ള് കമ്പനിയിലാണ്. ഇതിൽ ക്ലെയിം ഉള്ളത് ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. ബോണറ്റോ ബമ്പറിലേക്കോ ഹെഡ്ലൈറ്റിലേക്കോ ഒന്നും റീപ്ലേസ് ഇല്ല, ഗ്ലാസ് മാത്രം. 2022 മാറിയ ഗ്ലാസ്സാണ്. ഹിസ്റ്ററിയിലുണ്ട്, കമ്പനി തന്നെ ഉണ്ട്. ഓക്കെ, 2018 മോഡൽ 56,000 കിലോമീറ്റർ. ഓണർഷിപ്പ് എത്രയാണ്? സെക്കൻഡ് ഓണർഷിപ്പ്. സെക്കൻഡ്. പോളോ GT ലോ കിലോമീറ്റർ ഓടിയ വാഹനമാണ്. TSI ഓട്ടോമാറ്റിക് DSC ഗിയർ ബോക്സ് വരുന്ന GT. ഇതിന് ശേഷം വരുന്ന ഷേപ്പ് എന്ന് വെച്ചാൽ 19 1 ലിറ്ററായി, 20 1 ലിറ്ററായി, അതിൽ ടോർക്ക് കൺവേർട്ടർ ഗിയർ ബോക്സ് ആയി, 6 സ്പീഡായി. അതെ, പിന്നെ GT പെർഫോമൻസ് അങ്ങോട്ട് മാറി. ഓക്കെ, അപ്പോൾ ഇത് എത്ര കൊടുക്കാം നമുക്ക്? ഈ വണ്ടി നമുക്ക് ഫൈനൽ 8,75,000 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കുക. അതിൽ ഫ്രണ്ടിൽ 2 പുത്തൻ ടയർ ഇട്ട് കൊടുക്കുക. 8,75. 2018 ഫ്ലാഷ് റെഡ് പോളോ GT ആണ്. ഏകദേശം ഒരു 7,50,000 രൂപ വരെ നമുക്ക് ലോണും വാങ്ങി കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഫ്ലാഷ് റെഡിന് പ്രത്യേക മാർക്കറ്റാണ്, അതാണ് എടുത്ത് പറഞ്ഞത്, വേറൊന്നുമല്ല. ഓക്കെ, അടുത്ത വണ്ടിയിലോട്ട് ഒരു ചോപ്പ് കണ്ടു. അടുത്ത വീണ്ടും ചോപ്പാണ്. KL 58 രജിസ്ട്രേഷനുള്ള സ്വിഫ്റ്റ് ആണ്. തലശ്ശേരി വണ്ടി. എങ്ങനെയാ? 2017 മോഡൽ സ്വിഫ്റ്റ് ആണ്. VXi വേരിയന്റ് ആണ്. നമ്മുടെ 17ലാണ് ലാസ്റ്റ് ഈ ഷേപ്പ് നിർത്തിയത്. അതിൽ VXiയിൽ എയർ ബാഗ് വരുന്ന ടൈപ്പ് VXi പ്ലസ് ആണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 79,000 കിലോമീറ്ററാണ് വണ്ടി ഓടിയിട്ടുള്ളത്. 79,900 ഓടിയിട്ടുള്ളത്. കറക്റ്റ് കമ്പനി സർവീസ്, ഒറ്റ സർവീസ് പോലും പുറത്ത് ചെയ്യാതെ കറക്റ്റ് കമ്പനി ത്രൂ ഔട്ട് സർവീസ് ഹിസ്റ്ററിയുള്ള വണ്ടി. ഒരു 80% അബൌട്ട് ടയർ ഉണ്ട്. ഡിസംബർ വരെ മാരുതിൻ്റെ ഇൻഷുറൻസ് ഉണ്ട്. മാരുതിയുടെ ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ട്. മറ്റ് മേജർ ആക്സിഡൻറ്റോ ക്ലെയിമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ കറക്റ്റ് ത്രൂ ഔട്ട് കമ്പനി സർവീസ്. ക്ലച്ച് പുതിയതിപ്പോൾ 78ൻ്റെ സർവീസ് ഇപ്പോൾ കഴിഞ്ഞേ ഉള്ളൂ. അതിൽ ക്ലച്ചും പുതിയത് മാറിയിട്ടുണ്ട്. ഓക്കെ, ഇൻഡസ്ട്രിയിലാണ് സർവീസ് ഫുള്ള്. തലശ്ശേരി ഇൻഡസ്ട്രിയിൽ. 17 മോഡൽ പറഞ്ഞാൽ 2017 ലാസ്റ്റ് വണ്ടി. VXi ആണ്. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 79,000 ഓടി. അതിലിപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ ക്ലച്ചിൻ്റെ വർക്കൊക്കെ 76 എടുത്തിട്ടുണ്ട്. ഒന്നും ചെയ്യാനില്ല, നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ജസ്റ്റ് അതിന് ജനറൽ സർവീസ് മാത്രം ചെയ്ത് ഓടിച്ചു പോകാം. ഒരു 13-16 റേഞ്ച് മൈലേജും കിട്ടും. അതെ. എത്ര കൊടുക്കാൻ? ഈ വണ്ടി നമുക്ക് ഫൈനൽ 5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കുക. 5-15 ലെവലിലാണ് ചോദിക്കുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ പ്രത്യേകം ഫൈനൽ പറയുന്നതിൻ്റെ കാരണം മാക്സിമം ചോദിച്ചിട്ട് ഫൈനലാക്കി പറയുന്നുണ്ട്. അപ്പോൾ ഫൈനലിൻ്റെ മുകളിൽ പിന്നെ എന്നോട് പറയുന്നത് നെഗോസിയേഷൻ വരുന്നുണ്ട്, അതുകൊണ്ടാണ് കയറ്റി പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ നെഗോസിയേഷൻ വീഡിയോയിൽ തന്നെ പറയാം, മാക്സിമം ചവിട്ടി പറയുന്നതാണ്. അപ്പോൾ നോർമൽ ഇപ്പോഴും ഈ ഷേപ്പ് വണ്ടിക്ക് 5.35, 5.25, 5.4 എന്നൊക്കെ പറഞ്ഞിട്ട് റേറ്റുകളുണ്ട്. നമ്മൾ ഈ വണ്ടി ഫൈനൽ 5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കും. മറ്റ് എക്സ്പെൻസസോ കാര്യങ്ങളോ ഒന്നുമില്ല. കറക്റ്റ് ത്രൂ ഔട്ട് ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. ഓക്കെ, നല്ലൊരു വണ്ടി വേണമെങ്കിൽ ധൈര്യമായിട്ട് എടുക്കാം അല്ലേ? അതെ. ഓക്കെ, ലോൺ എത്ര കയറും? ഈ വണ്ടിക്ക് ഏകദേശം 4 ലക്ഷം മുതൽ 4.25 ലക്ഷം രൂപ വരെ ഗ്യാരണ്ടി ലോൺ കയറും. 4.5 വരെ നമുക്ക് ശ്രമിക്കാൻ പറ്റും. ഓക്കെ, 75,000 കാണാം അല്ലേ ഇറക്കാം? ഒരു 75,000 മിനിമം കാണുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇറക്കാം. ഒരു 50,000 ഇറങ്ങാൻ പറ്റുമെന്ന് നോക്കാം. ഓക്കെ, ടാറ്റ അൾട്രോസ് ഒരു പ്രീമിയം ഹാച്ച് ബാക്ക് സെഗ്മെന്റ് ആണ്. KL 58 തലശ്ശേരി വണ്ടി തന്നെ. അതെ, അൾട്രോസിന് അങ്ങനെ ഞാൻ കാണാത്തൊരു കളറാണ് സിൽവർ. അങ്ങനെ കാണാറില്ല. സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. നമുക്ക് ഷോറൂമിൽ എക്സ്ചേഞ്ച് വന്ന വണ്ടിയാണ്. പോളോ ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്താണ്. ഓക്കെ, 2020 മോഡൽ സിംഗിൾ ഓണർഷിപ്പ്, പക്ക ഷോറൂം സർവീസ് ഹിസ്റ്ററി ഉള്ള. ഏതാ ഓപ്ഷൻ? ഏതാ? XT ആണ് മിഡിൽ ഓപ്ഷൻ. അതെ, XZന്റെ തൊട്ട് താഴെ. ഇതിൽ സ്റ്റീരിയോ കാര്യങ്ങളെല്ലാം കമ്പനി തന്നെ ചെയ്യിപ്പിച്ചതാണ്. കറക്റ്റ് സർവീസാണ്. 82,000 കിലോമീറ്ററാണ് ഓടിയിട്ടുള്ളത്. 81 ഇപ്പോൾ സർവീസ് കഴിഞ്ഞാണ് വണ്ടി. ഒരു ജനുവരിയിലോ ഡിസംബറിലായിട്ട് സർവീസ് കഴിഞ്ഞാണ്. 4 പുത്തൻ ഗുഡിയറിൻ്റെ ടയറാണ്. 4ഉം പുതിയതാണ്. മറ്റ് ക്ലെയിമുകളോ കാര്യങ്ങളോ ഒന്നും വണ്ടിയിലില്ല. കിലോമീറ്റർ 82 ഓടിയിട്ടുണ്ട്. അതിൻ്റെ ബേസിൽ മാത്രം നമ്മൾ റേറ്റും കുറച്ചിട്ടുണ്ട്. ഫുൾ ലോണും കയറുന്ന വണ്ടിയാണ്. എത്ര നമ്മൾ ചോദിക്കുന്നത് 4.95 ഒരു 85 ഫൈനൽ ചെയ്ത് കൊടുക്കുക. 4,85,000. 5.4-5.5 ലെവലിലാണ് നിലവിലെ
ഒരു മാർക്കറ്റ് നിൽക്കുന്ന ലോ കിലോമീറ്റർ വണ്ടിയാണ്. 5.25 മിനിമം കൊടുക്കേണ്ടി വരും. 20 20 XT വേരിയൻറ്റ് സിംഗിൾ ഓണർഷിപ്പ്. എക്സ്പെൻസ് ഇല്ല, ടയറും ഇൻഷുറൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. 20 അൾട്രോസ് ഇറങ്ങുന്നല്ലേ ഫസ്റ്റ്? 20 ലോഞ്ച് ചെയ്യുന്നത്. ഓക്കെ. BS6 വണ്ടിയാണ്. 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടാനും ചാൻസ് ഉണ്ട്. അതെ, ഫുൾ ലോൺ കിട്ടുന്ന ഒരു 5 സ്റ്റാർ റേറ്റിംഗ് വണ്ടി നോക്കുകയാണെങ്കിൽ പെർഫോമൻസ് വണ്ടിയാണ്. അതെ, വിളിച്ചോളൂ. അടുത്ത വണ്ടിയിലോട്ട് അടുത്തതാ നമ്മൾ 7 സീറ്ററിലേക്ക് എത്തിയിരിക്കുകയാണ്. കിയ കാരൻസ് ആണ്. KL54 രജിസ്ട്രേഷൻ വാഹനം. ടോപ്പ് അല്ലേ? അല്ല, മിഡ് വേരിയന്റ്. പ്രസ്റ്റീജ്. ഓക്കെ. മോഡൽ 2022 ലാസ്റ്റ് വണ്ടി, 12-ാം മാസം ഡെലിവറി ഉള്ള വണ്ടിയാണ്. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ്, 61,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള പ്രസ്റ്റീജിൽ ഫുൾ കമ്പനി സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടി. പെട്രോളിൽ കാരൻസിലാണ് ഫസ്റ്റ് 6 എയർ ബാഗ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇതിൽ 6 എയർ ബാഗ്സ് വരുന്നുണ്ട്. എല്ലാ വേരിയന്റിലും അവർ ബേസ് മുതൽ എല്ലാത്തിലും കൊടുത്തായിരുന്നു. പുഷ് ബട്ടൺ വരുമോ? പുഷ് ബട്ടൺ വരില്ല, കീ സ്റ്റാർട്ട് ആണ് വരുന്നത്. പിന്നെ ബാക്കിലേക്ക് AC വെന്റ്, എല്ലാ കാര്യങ്ങളും, സീറ്റ് വെന്റിലേഷൻ ടോപ്പ് എൻഡിലേക്ക്. പിന്നെ ഡിഫോഗർ ഇല്ല, ബാക്ക് വൈപ്പർ ഇല്ല, അങ്ങനത്തെ ഒന്നുമില്ല. ബാക്കി അതായത് നമുക്ക് എർട്ടിഗ VXI എന്ത് വരുന്നോ സെയിം ഫീച്ചേഴ്സ്, പക്ഷേ അതിൽ അതിനെക്കാട്ടും കൂടുതൽ വരുന്ന എയർ ബാഗ് വരും, ടച്ച് സ്ക്രീൻ മ്യൂസിക് സിസ്റ്റം വരും, അങ്ങനത്തെ എല്ലാ സ്റ്റിയറിംഗ് കൺട്രോൾസ് വരും, അങ്ങനത്തെ ഒരുവിധപ്പെട്ട ഫീച്ചേഴ്സ്. ഇതിനെ കാരൻസിനെ കൊണ്ട് ഞാൻ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞാണ്. ഇതിന്റെ പുറകിലത്തെ സീറ്റ് അത്യാവശ്യം സ്പേഷ്യസ് ആണ്. സ്പേഷ്യസും ആണ്, നന്നായിട്ട് ഫോൾഡബിളും ആണ്. നല്ല ഇരിക്കാൻ പറ്റും, അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. എന്നാൽ അത്ര വലിയ വലുപ്പമൊന്നുമില്ല, തോന്നൂല. അതെ. ഓക്കെ. എത്ര കൊടുക്കാത്? ഈ വണ്ടി നമുക്ക് ഫൈനൽ 9.5 ലക്ഷം രൂപയ്ക്ക് കൊടുക്കാം. അതിലൊരു 9 ലക്ഷം രൂപ വരെ ലോൺ വാങ്ങി കൊടുക്കാം. 2022 പ്രസ്റ്റീജ്, 61,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് കറക്റ്റ് കമ്പനി സർവീസ്. 9.5 കൊണ്ടുപോകാം. 9 ലക്ഷം വരെ ലോണും കിട്ടും. 50,000 രൂപയുടെ ഒരു 7 സീറ്റർ കൊണ്ടുപോകാം. മെയിൻ മൈലേജ് എത്ര കിട്ടുന്നുണ്ട് ഇതിന്? പെട്രോൾ മൈലേജ് നമുക്കൊരു 13-14 ആവറേജ് ഉണ്ട്. അത് മുകളിലേക്കും വരുന്നു, താഴേക്ക് പോയിന്റ് ആയിട്ട് വരുന്നു. പൊതുവെ മൈലേജ് ഉണ്ടെന്ന് കേൾക്കാറുണ്ട്. അതുകൊണ്ടാണ് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹൈവേ സൈഡ് പിടിക്കുന്ന സമയത്ത് 16-17 വരെ കിട്ടുന്ന കസ്റ്റമേഴ്സ് ആണ് കൂടുതലുള്ളത്. സെൽട്ടോസിന് വരെ കിട്ടുന്നുണ്ടെന്ന് പറയുന്നത്. അതെ, അത് ഹൈവേ സൈഡ് പിടിക്കുന്ന സമയത്ത്. സിറ്റിയിലേക്ക് വരുമ്പോൾ 12-13. അത് എർട്ടിഗയ്ക്കും അല്ലെങ്കിൽ ഇതിന്റെ വേറൊരു കോമ്പറ്റീറ്റർ BRV, മൊബീലിയോ അങ്ങനെയൊക്കെ നോക്കുകയാണെങ്കിലും സെയിം മൈലേജ് തന്നെയാണ് പെട്രോളിൽ വരുന്നത്. വീണ്ടും 7 സീറ്റർ ആണ്. ഇന്നോവ KL10 റീ ആയ വണ്ടിയാന്ന് തോന്നുന്നു അല്ലേ? നമ്പർ ആയ വണ്ടിയാണ്. എക്സ്ചേഞ്ച് വന്ന വണ്ടിയാ. അങ്ങനെ കാണാത്തൊരു സെഗ്മെന്റ്. എക്സ്ചേഞ്ച് എടുത്തതിനെ കൊണ്ട് മാത്രം നമ്മൾ അങ്ങനെ റീ ചെയ്യാറില്ല. 2015 മോഡൽ G4 വേരിയന്റ് ആണ്. 3rd ഓണർഷിപ്പിൽ നമ്പർ ആയ വണ്ടിയാണ്. ഓട്ടം 1:36 1:34 എന്താണ് ക്ലോക്ക് ചെയ്ത് കാണിക്കുന്ന. ഒരിക്കലും ജെനുവിൻ ആവാൻ ചാൻസ് ഇല്ല. സീറ്റ് കവേഴ്സും ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. അലോയ്സ് വരുന്നത് നമ്മുടെ ക്രിസ്റ്റാൻ്റെ 16 ഇഞ്ച് അലോയ് ആണ് വരുന്നത്. ടയേഴ്സ് ഒരു 80% ടയർ ഉണ്ട്. G4 അല്ലേ? 2015. നമുക്ക് എക്സ്ചേഞ്ച് വന്ന റേറ്റ് മതി, കൂടുതലായിട്ടൊന്നും വേണ്ട. ഈ വണ്ടി നമുക്ക് 7,80,000 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം. 2015 ആണ്. 2015 കേരള നമ്പർ ആയ G4 ആണ്. ഇനി ഒരു ടാക്സ് ഒന്നും അടക്കാനില്ല. 7,80 കൊണ്ടുപോകാം. 2015 G4. ക്ലെയിം ഒന്നുമില്ല അല്ലേ? ഇല്ല, റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ബോണറ്റ് ഗ്ലാസ് ഒക്കെ ഒറിജിനൽ തന്നെയാണ്. ഒറിജിനൽ Type 4 ആണ്. നല്ല സീറ്റ് കവർ ഉണ്ട്. 8 സീറ്റ് ആണ് വണ്ടി, 7 സീറ്റ് അല്ല. 8 സീറ്റ്. സീറ്റ് കവർ എല്ലാം കൊണ്ടും വണ്ടി വൃത്തിയാണ്. പിന്നെ ഓടിച്ചു നോക്കാം, കിലോമീറ്ററിന്റെ കാര്യങ്ങൾ അല്ല, വണ്ടി ഓടിച്ചു നോക്കാം. വണ്ടി ഓടിക്കാൻ പെർഫെക്റ്റ് ആണ്. എഞ്ചിൻ സൈഡും കാര്യങ്ങളൊക്കെ. AC നല്ല കറക്റ്റ് കൂളിംഗ് ആണ്. പുതിയ ബാറ്ററിയാണ്, 5 വർഷം വാറണ്ടി ഉള്ള. പിന്നെ ഏകദേശം 6.5 ലക്ഷം രൂപ വരെ ഗ്യാരണ്ടി ലോൺ വാങ്ങിക്കൊടുക്കാം. 7 വരെ നമുക്ക് ശ്രമിക്കാവുന്നതാണ്. 6.5 ഗ്യാരണ്ടി കിട്ടും. 7.80 ചോദിക്കുന്നത്. 7.80 ഫൈനൽ. എക്സ്ചേഞ്ചിൽ വന്ന റേറ്റ് അങ്ങനെ തന്നെ പറഞ്ഞു. ഹോണ്ടയുടെ ജാസ് ആണ്. ഇത് ഒരു പ്രീമിയം ഹാഷ് ബാക്ക് കാറ്റഗറി KL58 വണ്ടി. അതെ, എങ്ങനെയാണ്? 2018 മോഡൽ ഹോണ്ട ജാസ് ആണ്. അന്നത്തെ ടോപ്പ് എൻഡ് വേരിയന്റ് V. അതെ, 3rd ഓണർഷിപ്പ് ആണ്. 18 VX ഇല്ല. 18 ഷേപ്പ് ചേഞ്ച് വന്നു. 19 മുതലാണ് VX വന്നത്. 18 വരെ V. സൺറൂഫ് വരുന്നത് അല്ലല്ല, 20 സൺറൂഫ് വരുന്നത്. 19-20 വരെ ഒരു ഷേപ്പ്. അതിന്റെ 20 മുതൽ സൺറൂഫ് വന്നു. BS6 സൺറൂഫ് വന്നത്. അപ്പോൾ 18 ടോപ്പ് എൻഡ് വാഹനം. അതെ. ഓട്ടോ എത്രയാ? 22,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. നമ്മൾ തന്നെ ഇത് കൊടുത്ത വണ്ടിയാണ്. നമ്മൾ 14,000 കിലോമീറ്റർ ഉള്ളപ്പം കൊടുത്തതാണ്. 2nd ഓണർഷിപ്പ് ഉള്ളപ്പോൾ ഇതിപ്പോൾ നിലവിൽ 3rd ഓണറാണ്. കറക്റ്റ് ജെനുവിൻ സർവീസ് ഉള്ള, കറക്റ്റ് കിലോമീറ്റർ ഉള്ള, റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ്. 18 23,000 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ വളരെ റെയർ ആയിട്ടുള്ളൊരു കിലോമീറ്റർ വണ്ടിയാണ്. പെട്രോൾ അടിച്ച് ഒരു 2,000 രൂപയ്ക്ക് സർവീസും ചെയ്ത് ഒരു വണ്ടി കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ വണ്ടിയാണ്. 2,000-3,000 രൂപ ഓയിൽ ചേഞ്ച് മാത്രം ചെയ്ത് കൊണ്ടു നടക്കാം അല്ലേ? ഓക്കെ. ധൈര്യമായിട്ട് വീട്ടിൽ വെക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. ഹോണ്ടൻ്റെ എഞ്ചിനും ആ ഒരു ഇതും ഭയങ്കര റിലയബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണ്. അതെ, അത് ഇത്രയും കിലോമീറ്റർ കുറഞ്ഞ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 72,000 മാത്രം ഓടിയ വണ്ടിയാണ്. 2018 V. പ്രൈസിങ്
4,80,000 രൂപയ്ക്ക് നമുക്ക് ലാസ്റ്റ് കൊടുക്കാം. 480. 2018 മോഡലാണ്, വണ്ടിയാണ്. പെട്രോള് ഫുൾ ഓപ്ഷൻ വേരിയന്റിൽ 480 ഫൈനൽ നമുക്ക് കൊടുക്കാം. അതിൽ 4.5 വരെ ലോണും വാങ്ങിക്കൊടുക്കാം. വളരെ കുറഞ്ഞ ഡൗൺ പേയ്മെന്റിൽ 10-30,000 കണ്ടാൽ ഇറക്കുകയും ചെയ്യാം. അത്രയും ഒരു പൊട്ടിച്ച വിലയാണ്. അതെ. അടുത്തൊരു ക്രെറ്റ ബ്ലാക്ക് കളറാണ്. KL 56 രജിസ്ട്രേഷൻ വാഹനമാണ്. കൊയിലാണ്ടി. എങ്ങനെ ഡീറ്റെയിൽ ഇത്? സിംഗിൾ ഓണർഷിപ്പിലുള്ള 2023 മോഡൽ ക്രെറ്റ SX പെട്രോൾ. SX ആണ്. ടോപ്പ് എൻഡ് അല്ല, SXO അല്ല, SX ആണ്. ഇതിൽ പുഷ് ബട്ടൺ കാര്യങ്ങളൊക്കെ എല്ലാം ഉണ്ടാവും. പുഷ് ബട്ടൺ ഉണ്ടാവും, സൺറൂഫ് പാനോരമിക് ഉണ്ടാവും, വെന്റിലേഷൻ സീറ്റ്സ് ഉണ്ടാവില്ല, പിന്നെ ഇലക്ട്രിക് സീറ്റ്സ് ആയിരിക്കില്ല, അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവില്ല, എയർ ബാഗ് 6 ഉണ്ടാവില്ല. അലോയ്സ് ഡയമണ്ട് കട്ട് അലോയ് ആണ് ടോപ്പ് ആൻഡ് SX ഓല് വരുന്നത്. ഇത് നോർമൽ സ്പോക്സ് ആണ് വരുന്നത്. ബാക്കിയെല്ലാം അത്യാവശ്യം നല്ല അടിപൊളി ടയേഴ്സും ആണ്. 4 പുത്തൻ ടയർ. പുത്തൻ ടയർ അല്ലേ? പുത്തൻ ടയർ തന്നെയാണ്. 4 JK-ന്റെ ഒറിജിനൽ പുത്തൻ ടയേഴ്സ്. വേറെ ക്ലെയിമോ കാര്യങ്ങളുണ്ടോ? ഇല്ല, കറക്റ്റ് സർവീസ്. ശരി. 50,000 കിലോമീറ്റർ ഓടിയ 50 ഫുള്ള് സർവീസ്. അപ്പോൾ ഇതിന്റെ വാറണ്ടി എത്ര വരുന്നുണ്ട്? വാറണ്ടി 2026 വരെ ഉണ്ട്. 26 4 മാസം വരെ കമ്പനി വാറണ്ടിയിലുള്ള വണ്ടി. നമുക്ക് എക്സ്റ്റെൻഡും ചെയ്യാം. എത്ര കൊടുക്കാം? ഈ വണ്ടി നമുക്ക് ഫൈനൽ 14,80,000 രൂപയ്ക്ക് കൊടുക്കാം. 14,80,000. പുതിയ ഏകദേശം എത്ര ഉണ്ട്? ഓഫർ ഇല്ല, 19,500 മിനിമം. 19,000 ഓഫർ ഇല്ലാണ്ട് അല്ലേ? മിനിമം ഉണ്ട്. ഓക്കെ. അപ്പോൾ ഓഫർ നിലവിൽ ക്രെറ്റയ്ക്ക് ഓഫേഴ്സ് ഒന്നും ഇല്ല. ക്രെറ്റയ്ക്ക് വെന്നിക്കൊന്നും ഓഫർ ഇല്ല. അത്രയും മാറ്റം വന്നു കഴിഞ്ഞു. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. കാരണം 14,80,000 നമുക്ക് 13.5 ലക്ഷം രൂപ, 14 ലക്ഷം രൂപ അടുപ്പിച്ച് നമുക്ക് ലോൺ വാങ്ങിക്കൊടുക്കാം. ലോൺ കിട്ടുമല്ലേ? ഓക്കെ. അപ്പോൾ പുതിയൊരു വണ്ടി നോക്കാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അത്ര ഒരു മാറ്റം വന്നു. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വിളിക്കാം. ഓക്കെ. ഒന്നും ചെയ്യാനില്ല, എടുത്തു കഴിഞ്ഞാൽ. അതും പക്കാ ഡാർക്ക് സാധനം. അടുത്ത വണ്ടിയിലോട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തൊരു നെക്സോണിലാണ്. സെയിം ഷേപ്പ് തന്നെ, KL 24 നെക്സോൺ. എങ്ങനെയാണ്? ഇതും ലോ കിലോമീറ്റർ വണ്ടിയാണ്. സ്റ്റാർട്ട് ചെയ്ത വണ്ടി ലോ കിലോമീറ്റർ ആയിരുന്നു. ഇത് 2021 മോഡൽ. നെക്സോണിൽ XZ വേരിയന്റ്. പ്ലസ് ഇല്ല, അത്യാവശ്യം ഫീച്ചേഴ്സിൽ ഡിഫറൻസ് ഉണ്ട്. അലോയ്സ് വരുന്നില്ല, സൺറൂഫ് വരില്ല, ബട്ടൺ സ്റ്റാർട്ട് വരില്ല, ബാക്ക് വൈപ്പർ വരില്ല, ഡിഫോഗർ ഇല്ല. പക്ഷേ പണ്ടത്തെ നമ്മുടെ ജിതിനാണ് ചിലപ്പം പണ്ടത്തെ XT ഓർമ്മ ഉണ്ടാവില്ല, ആ ഒരു വേരിയന്റിനോട് കിടപിടിക്കുന്ന സാധനം. പക്ഷേ ടോപ്പ് എൻഡിൽ വരുന്ന ആൻഡ്രോയിഡ് സ്റ്റീരിയോ, ഒറിജിനൽ കമ്പനി സ്റ്റീരിയോ തന്നെയാണ് ഇതിൽ വരുന്നത്. ടച്ച് സ്ക്രീൻ വരുന്നത്. ഓട്ടോ എത്ര? ഇത് 10,000 കിലോമീറ്റർ കൂടിയുള്ളൂ. 2021 പെട്രോൾ XZ ആണ്. വെറും 10,600 കിലോമീറ്റർ. 8 മാസം 8 മാസം. അപ്പോൾ ഇപ്പോൾ 4 വർഷം ആവുന്നു അല്ലേ? 4 വർഷം ആവാൻ പോകുന്നു. വെറും 10,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. കറക്റ്റ് സർവീസ് ഹിസ്റ്ററി ഉള്ള 0 ക്ലെയിം വണ്ടി. ഒരു ക്ലെയിമും ഇല്ല. പ്രോപ്പർ പീരിയോഡിക് സർവീസ് പ്രോപ്പർ 7,500 കിലോമീറ്ററിന് സർവീസ് വെറുതെ കമ്പനി കൊണ്ടുപോയി ഓയിൽ ചേഞ്ച് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. എല്ലാ സർവീസും. മൈലേജ് 12 to 15 ആ റേഞ്ച് ഏകദേശം മൈലേജ് കിട്ടും. ഒരു ക്ലെയിം ഒന്നുമില്ല. ഓക്കെ. എത്ര ഇപ്പോൾ? ഈ വണ്ടി നമുക്ക് ഫൈനൽ 7,20,000 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കാം. 2021 XZ വേരിയന്റ് 7,20,000 രൂപയ്ക്ക് 10,000 കിലോമീറ്റർ ഓടി വണ്ടി കൊടുക്കാം. അതും നമുക്കൊരു 6-6.5 വരെ സിമ്പിളായിട്ട് ലോൺ കയറും. അത്യാവശ്യം ട്രാക്കുള്ള കസ്റ്റമറാണെങ്കിൽ ഫുൾ ലോൺ കയറും. ഓക്കെ. അപ്പോൾ ലോ കിലോമീറ്റർ വണ്ടിയാണ്. പ്രൈസ് യൂസ്ഡ് കാർ മാർക്കറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യം തന്നെ കിലോമീറ്റർ, ക്വാളിറ്റി, വണ്ടീനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. ഓക്കെ. ലോൺ എത്ര കയറില്ലേ? 6.5 വരെ ഗ്യാരണ്ടി വാങ്ങാം. നമുക്ക് മുകളിലേക്കുള്ള ശ്രമിച്ചു നോക്കാം. കസ്റ്റമർ പ്രൊഫൈൽ പോലെ ചിലപ്പം ഫുൾ ലോണും കയറും. ഓക്കെ. ഹ്യുണ്ടായ് വെന്യൂ ആണ് അടുത്ത വാഹനം. KL 7 രജിസ്ട്രേഷൻ ആണ്. അതെങ്ങനെയാണ് കാര്യങ്ങൾ? ഫാൻസി നമ്പറിൽ വരുന്ന SX ഓപ്ഷൻ വെന്യൂ ആണ്. 67 സിംഗിൾ ഓണർഷിപ്പ്. ഇതിൽ ലേശം കിലോമീറ്റർ കൂടുതലുണ്ട്. 84,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. മോഡൽ 2021. 84 ഓടി. പെട്രോളല്ലേ? ഡീസലാണ്. അതുകൊണ്ടാണ് കുറച്ച് കിലോമീറ്റർ കൂടുതൽ. മൈലേജ് ഉണ്ട്. 20-21 കിലോമീറ്റർ ഗ്യാരണ്ടി മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ഓക്കെ. സൺറൂഫ്, ബാക്ക് വൈപ്പർ എല്ലാം വരുന്ന SX ഓപ്ഷൻ വണ്ടിയാണ്. ഏറ്റവും ടോപ്പ് എൻഡ്. ഇതിൽ ഡ്യുവലേ വരുന്നുള്ളൂ. ബാക്ക് വൈപ്പർ, ഡിഫോഗർ അങ്ങനത്തെ കുറച്ച് ഡിഫറൻസസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഈ വണ്ടി നമുക്ക് ഫൈനൽ 9,25,000 രൂപയ്ക്ക് കൊടുക്കാം. 2021 SX ഓപ്ഷനിൽ ഡീസൽ വെന്യൂ. അതിൽ ക്ലെയിം ഉള്ളത് ഫ്രണ്ട് ഗ്ലാസ് ആണ്. ഫ്രണ്ട് ഗ്ലാസ് മാത്രം ഹിസ്റ്ററിയിലുണ്ട്. എൻഡേർഡ് ആണ്. 84,000 കിലോമീറ്റർ ഫുൾ പ്രോപ്പർ കമ്പനി സർവീസ് ഹിസ്റ്ററിയാണ്. നമ്മുടെ ഷോറൂമിലുള്ള വണ്ടി പ്രോപ്പർ സർവീസ് ഹിസ്റ്ററി ഉള്ള വണ്ടികളാണ് നമ്മൾ എടുക്കാറ്. വെറുതെ വീഡിയോയിൽ തള്ളുന്നല്ല, കറക്റ്റ് ഹിസ്റ്ററി. നമ്മുടെ ഒരുവിധപ്പെട്ട കസ്റ്റമേഴ്സ് എല്ലാം നമ്മുടെ വീഡിയോ കൊണ്ട് എടുക്കുന്നവരാവട്ടെ അല്ലാത്തവരാവട്ടെ എല്ലാവരും ഷോറൂമിൽ പോയി സർവീസ് ഹിസ്റ്ററി ഫുള്ളായിട്ട് പ്രോപ്പർ ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ സജസ്റ്റ് ചെയ്യുന്നതും അങ്ങനെ തന്നെയാണ്. ഇനി അല്ല ഇപ്പോൾ നമ്മുടെ യൂട്യൂബൊക്കെ ചെയ്യുന്ന സുരേഷ് ഡ്രൈവ്സ്, സുരേഷേൻ്റെ സ്റ്റാഫ്സ് വന്നിട്ട് നമ്മളെ വണ്ടി എത്രയോ വണ്ടികൾ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയും കൂടി വന്ന് വണ്ടി ടെസ്റ്റ് എടുത്ത് അവർ വണ്ടി ഇറക്കിക്കൊണ്ട് ചെന്നൈയിലുള്ള കസ്റ്റമറായിരുന്നു. അവർക്ക് വരാൻ ബുദ്ധിമുട്ടുള്ളതിനെ കൊണ്ട് അവരെ സുരേഷ് ഡ്രൈവിൻ്റെ ഒരു ആൾ വന്ന് വണ്ടി ചെക്ക് ചെയ്തു. ഫുൾ പ്രോപ്പർ ചെക്ക് ചെയ്ത് നമ്മൾ പറഞ്ഞതല്ലാതെ മറ്റൊന്നും വണ്ടിയിലുണ്ടായില്ല. അത് അവർ റിപ്പോർട്ടും അങ്ങനെ തന്നെയായിരുന്നു. നമ്മൾ പറ്റുന്നിടത്തോളം
അവരെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല, പക്ഷേ അവരെപ്പോലുള്ളവരും നമ്മളെ വണ്ടി വന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് പറയുന്നതാണ്. വരാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ അങ്ങനെയും ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്രയാണ് പറഞ്ഞാൽ 9,25,000 രൂപയ്ക്ക് 2021 SX ഓപ്ഷൻ കൊടുക്കാം. നിലവിൽ 11, 10, 10.25 ഒക്കെയാണ് നിലവിലെ മാർക്കറ്റ്. ലോൺ ഒരു 8 കിട്ടുമോ? 9.25 ഫുള്ള് ലോൺ കിട്ടും. ഫുൾ ലോൺ കയറും. ആ മാർക്കറ്റ് പ്രൈസ് മാറിയതുകൊണ്ട് ഫുൾ അതെ, ഫുൾ ലോൺ കിട്ടും. ഓക്കെ. ഹോണ്ട അമേസ് ആണ് അടുത്ത വാഹനം. അമേസിൻ്റെ ഇപ്പോൾ ഇറങ്ങുന്നതിൻ്റെ തൊട്ട് മുന്നത്തെ ഷേപ്പാണ്. KL 72 രജിസ്ട്രേഷൻ. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ചിരുന്നോ? ഇല്ല, കഴിഞ്ഞ വീഡിയോയിലും ഇല്ലല്ലോ. ഓക്കെ. ഒരു അമേസ് ഉണ്ടായിരുന്നു അല്ലേ? ആ, അതാണ്. ഓക്കെ. എങ്ങനെയാ ഡീറ്റെയിൽ? ഇത് 2023 12-ാം മാസം വണ്ടി, ലാസ്റ്റ് ഏറ്റവും ലാസ്റ്റ് വണ്ടി. 9,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. 9,000 മാത്രം. നോർമൽ ഔട്ടാണ്. ഈ വണ്ടി നമുക്ക് ഫൈനൽ നമുക്ക് 9,15 ലാസ്റ്റ് കൊടുക്കാൻ പറ്റും. 9,15 മാനുവൽ അല്ലേ? ഓട്ടോമാറ്റിക്കാ? ഓക്കെ. ഡൗട്ട് ഉണ്ടോ? ഓട്ടോമാറ്റിക് ഉറപ്പാണ്. ഒന്ന് കൺഫേം ആയിട്ടാ നിങ്ങൾ ചോദിച്ചോ. അതെ, VX ഏറ്റവും ടോപ്പ് എൻഡ് എക്സ്ക്ലൂസീവ് എഡിഷൻ എന്ന് പറഞ്ഞിട്ട്, എലൈറ്റ് എഡിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു എഡിഷൻ വന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നുമില്ല, ചെറിയ ബാഡ്ജിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നാണ്. ഏറ്റവും ടോപ്പ് എൻഡ് VX ആണ്. 23 വെറും 9,000 കിലോമീറ്റർ ഓട്ടോമാറ്റിക്. ഈ ഷേപ്പ് ലാസ്റ്റ് ഇറങ്ങുന്ന സമയത്ത് ഏകദേശം ഒരു 80,000 രൂപ ഓഫർ ഉണ്ടായിരുന്നു 24-ല്. ഓഫർ കഴിഞ്ഞിട്ടും ഏകദേശം 10.5 ലക്ഷം രൂപ വന്നായിരുന്നു. ശരിക്കും ഓൺ റോഡ് റേറ്റ് 11,500 നമുക്ക് അങ്ങനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരു 2 ലക്ഷം രൂപയോളം ഡിഫറൻസ് വന്നിട്ടുണ്ടല്ലേ. പിന്നെ ഹോണ്ടയുടെ വാറണ്ടിയിലാണ് വണ്ടി ഉള്ളത്. 3 വർഷം വാറണ്ടിയിലാണ്. ടെൻഷനേ ഇല്ലാതെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനം. വാറണ്ടി ഒന്നും ആവശ്യമില്ല. തല്ലിക്കൊന്നാവാത്ത സാധനം. യൂസ് ചെയ്യുന്ന ആള് നിങ്ങൾ തന്നെയാണല്ലോ. പെട്രോൾ വണ്ടി യൂസ് ചെയ്യുന്ന ആളാ. പിന്നെ ഓട്ടോമാറ്റിക്കലി ആവൂല. CVT ആണ്, പക്ക ഒറിജിനൽ CVT വരുന്ന. ആ പെർഫോമൻസ് നിങ്ങൾക്ക് കൊടുക്കുന്ന പവർ, എഞ്ചിൻ്റെ പവർ കറക്റ്റ് ഡ്രൈവിലേക്ക് കിട്ടും. അതെ, അതാണ് CVT. ഓക്കെ. വേറെ ക്ലെയിം ഒന്നുമില്ല അല്ലേ? ഒന്നുമില്ല. 0 ക്ലെയിം, അൺടച്ച് പീസ് ഉണ്ട്. ലോൺ ഒരു 8 ലക്ഷം രൂപ ഗ്യാരണ്ടി കയറും. 8 വരെ ശ്രമിച്ചു നോക്കാം. 9,15,000 രൂപയ്ക്ക് ലാസ്റ്റ് കൊടുക്കും ഫൈനൽ. ഓക്കെ. അടുത്തൊരു ഹോണ്ട അമേസ് തന്നെ, നേരത്തെ കണ്ട ഷേപ്പിൻ്റെ തൊട്ട് മുന്നത്തെ ഷേപ്പാണ്. KL 29 രജിസ്ട്രേഷൻ വാഹനം. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത്? സെക്കൻഡ് ഓണർഷിപ്പിലുള്ള 2019 മോഡൽ ഡീസൽ അമേസ് ആണ്. ഡീസൽ ആണല്ലേ? ഏത് ഓപ്ഷൻ? S+ ആണ് വേരിയന്റ്. S ആണ്. പക്ഷേങ്കിൽ അലോയ്സ് ഒക്കെ അലോയ്സ് ചെയ്തിട്ടുണ്ട്, ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്, ഫോഗ് ലാംപ്സ് ചെയ്തിട്ടുണ്ട്. 16 ഇഞ്ച് അലോയ് ആണ്. ടയേഴ്സ് ലോ പ്രൊഫൈൽ ടയറാണ്. സീറ്റ് കവറും കാര്യങ്ങളെല്ലാം ചെയ്ത് ത്രൂ ഔട്ട് കമ്പനി സർവീസുള്ള വണ്ടി. മൈലേജ് കിങ് 63,000 ലാസ്റ്റ് സർവീസ് കഴിഞ്ഞ് 22-23. ഹൈവേ ഒക്കെ ആണെങ്കിൽ ഗ്യാരണ്ടി 22-23 കിട്ടും. സിറ്റി തന്നെ 18-19 ഗ്യാരണ്ടി ഉണ്ട്. ക്ലെയിം ഒന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല. സോറി, ക്ലെയിം ഉണ്ട്. ഹെഡ്ലൈറ്റും ഫ്രണ്ട് ബമ്പറും. കോർണർ അടിച്ചിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡ് കോർണർ. ഇതൊന്നും പറ്റിയില്ലല്ലോ. ബോണറ്റ് ഒന്നും റീപ്ലേസ് ഇല്ല. ഹെഡ്ലൈറ്റും ബമ്പറും, ലെഫ്റ്റ് സൈഡ് ഹെഡ്ലൈറ്റും ബമ്പറും ക്ലെയിം ഉണ്ട്. കമ്പനി ഹിസ്റ്ററിയിലുണ്ട്. കമ്പനി തന്നെയാണ് മാറിയിട്ടുള്ളത്. ഫുൾ സർവീസ് കമ്പനിയാണ്. 63 ഇപ്പോൾ ലാസ്റ്റ് സർവീസ് കഴിഞ്ഞാണ്. എത്ര ഇപ്പോൾ 67 ചില്ലറ 68. എത്ര കൊടുക്കാം? ഈ വണ്ടി നമുക്ക് ഫൈനൽ 7,30,000 രൂപയ്ക്ക് കൊടുക്കാം. 6.25-6.5 വരെ ലോൺ വാങ്ങി കൊടുക്കാം. 7.30 2019 S വേരിയന്റ് ആണ്. ടോപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാം ഏകദേശം 60,000 രൂപ കോസ്റ്റ് വരുന്ന അലോയ്സ് മാത്രമുണ്ട്. പിന്നെ ടയേഴ്സും കാര്യങ്ങളും എല്ലാം ലോ പ്രൊഫൈലാണ്. ഫോഗ് ലാംപ്സ് DR വരുന്ന ഫോഗ് ലാമ്പാണ്. പിന്നെ ഹെഡ്ലൈറ്റ് വരുന്നത് HED ഹെഡ്ലൈറ്റ് ആണ്. എത്ര ലോൺ കിട്ടും? ലോൺ നമുക്കൊരു 6-6.25 ഗ്യാരണ്ടി കിട്ടും. അടുത്ത വണ്ടിയിലോട്ട്. ഇന്നത്തെ അവസാനത്തെ വാഹനം ഒരു വെറൈറ്റി കളർ ടാറ്റ നെക്സോൺ ആണ്. KL 85 രജിസ്ട്രേഷനാണ്. ഫറൂഖ് രജിസ്ട്രേഷൻ, കോഴിക്കോട് ജില്ല. എന്താ പറയാ, ഒരു ഓറഞ്ച്, വൈറ്റ്, ഓറഞ്ച് എന്നും പറയാം, റെഡ് എന്നും പറയാം, രണ്ട് രീതിയിലും പറയാം. കോപ്പർ റെഡ് എന്ന് പറയാം നമുക്ക്. അങ്ങനെയും അങ്ങോട്ട് എത്തൂല, എന്നാലും പറയാം. ഓക്കെ, പറഞ്ഞോളൂ. ഡ്യുവൽ ടോണിൽ വരുന്ന XMA S ആണ്. ഓട്ടോമാറ്റിക് സൺറൂഫ് വരുന്ന വണ്ടി. XM ആണ് ഓപ്ഷൻ. അതിൽ ഓട്ടോമാറ്റിക് സൺറൂഫ് വരുന്ന വാഹനമാണ്. അതെ. ഓക്കെ. പിന്നെ ഓട്ടോ എത്രയാ? 28,000 കിലോമീറ്റർ ഓടിയ 2022 വണ്ടി, സിംഗിൾ ഓണർഷിപ്പ്. അതിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കമ്പനി തന്നെയാണ്. ഇന്റീരിയർ സീറ്റ് കവേഴ്സ് സെയിം കളർ, ലെതർ സ്റ്റിച്ചിങ്, ഡോർ പാഡ്, പിന്നെ സ്റ്റിയറിംഗ് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും എല്ലാം പക്കായിട്ട് ഇതെല്ലാം ഷോറൂമിൽ നിന്നാണ് ചെയ്തത്. അലോയ്സ് എക്സെറ്റിൻ്റെ അലോയ്സ് ചെയ്തിട്ടുണ്ട്. ബാക്ക് വൈപ്പർ പുള്ളി ഒരു സ്നേഹത്തിന്റെ പേരിൽ ഡമ്മി ആയിട്ട് വെച്ചിട്ടുണ്ട്. അതും കമ്പനി തന്നെ ചെയ്യിച്ച്. പിന്നെ ആൻഡ്രോയിഡ് സ്റ്റീരിയോ അവർ ചെയ്തിട്ടുണ്ട്. ടോപ്പ് എൻഡിലേക്ക് കൺവേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാണുമ്പോൾ ഒരു എക്സെറ്റ് പോലെ തന്നെ ഉണ്ട്. അതെ. ഓക്കെ. പെട്രോൾ അല്ലേ? പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഓട്ടോമാറ്റിക് AMT ആണ് വരിക. അതെ. നമ്മൾ മാനുവലിൽ പറഞ്ഞ പോലെ തന്നെ അതിനേക്കാൾ 1-2 മൈലേജ് കുറയും. അത്രേ ഉള്ളൂ. നമ്മൾ AMT വണ്ടിയിൽ നമുക്ക് കൈഗറായിട്ട് എക്സ്ചേഞ്ച് ചെയ്തതാണ്. CVT ആയിട്ട് അവർ എക്സ്ചേഞ്ച് ചെയ്തതാണ്. ഈ വണ്ടി നമുക്ക് ചോദിക്കുന്നത് 8.40 ആണ്.
ആ ഒരു 8:30 ലെവലിലൊക്കെ നമുക്ക് ക്ലോസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. 2022 XM-A വിത്ത് സൺറൂഫ്. വിത്ത് സൺറൂഫ്. അതായത് അങ്ങനെ പറയാനുള്ള കാരണം ചില കസ്റ്റമേഴ്സിന് മനസ്സിലാവില്ല, വിത്ത് സൺറൂഫും വിത്തൗട്ട് സൺറൂഫും ഷോറൂമിൽ ന്യൂ കാർ തന്നെ അങ്ങനെ ഇറക്കുന്നത്. വിലയിലെ വ്യത്യാസമുണ്ട്. അതെ, 55,000 രൂപയോളം ഡിഫറൻസ് വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത്. അപ്പോൾ ലോൺ എത്ര കയറില്ല ഇതിൽ നമുക്കൊരു 7-7.5 വരെ ലോൺ ചെയ്ത് കൊടുക്കാൻ പറ്റും. 7.5 അതെ. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വിളിച്ചോളൂ. നല്ലൊരു അടിപൊളി വണ്ടിയാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഏകദേശം ഇതേപോലത്തെ ഒരു കളർ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വൈറ്റ് ടോപ്പ് ആൻഡ് XA+ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ തൽക്കാലം എന്തായാലും നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാം. മെട്രോ കാസിലെ നമ്പർ നമ്മൾ വീഡിയോ ഈ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്, മറന്നുകൊണ്ട. റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും നമ്പർ ഉണ്ടാവും, മറന്നുകൊണ്ട. ആ നമ്പറിലേക്ക് വിളിച്ചോളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർസ് കൊടുക്കുക. നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും വണ്ടി വേണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുക്കാൻ പറ്റിയ വണ്ടികളാണ്. അപ്പോൾ മാക്സിമം ഷെയർസ് കൊടുത്തു, ധൈര്യമായിട്ട് കൊടുത്തു. ഒന്നും പേടിക്കണ്ട, അല്ലേ? പേടിക്കണ്ടല്ലോ, ഒന്നുകൊണ്ടും പേടിക്കണ്ട, നമ്മളോട് ഉണ്ട്. അതെ, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. എന്ത് തന്നെയായാലും കാരണങ്ങൾ, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ കമൻസിൽ രേഖപ്പെടുത്താനും വിട്ടുവരുത്. അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി. അനക്ക് താങ്ക് യു, നമസ്കാരം, ബൈ.